ലാസ്റ്റ് പീരീഡിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? സാഹസവീരുడు സാഗരകന്യാണ് സെയിം ഗ്രൂപ്പ് ഞാൻ അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു മത്സ്യകന്യകനെ വെച്ചിട്ടുള്ള ഒരു അതിലപ്പോൾ അണ്ടർ വാട്ടർ ടാങ്ക്സ് ഒക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ടൈറ്റാനിക് ഷിപ്പ്, സങ്കൺ ഷിപ്പുമാതിരി ഒരു വുഡൻ ഷിപ്പ് വള്ളത്തിനടിയിലുള്ളത് വർക്ക് ചെയ്തിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തത്. അതെവിടെയാണ് സെറ്റൊക്കെ ഇട്ടത്? ഇവിടെ തന്നെ സ്റ്റുഡിയോയിൽ, പത്മാല സ്റ്റുഡിയോയിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വെള്ളം ഇൻവോൾവ് ചെയ്തിട്ടുള്ള സെറ്റുകൾ ഇത്തിരി ടഫാണ് ചെയ്യാൻ. കാരണം ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പ്രഷറുള്ളതാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, എറക്ട് ചെയ്യുമ്പോൾ ഈ എൻജിനീയറിങ് സഹായങ്ങളൊക്കെ വേണ്ടി വരില്ലേ? ഈ പടത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് വെച്ചാൽ പടത്തിൽ വെള്ളമില്ലായിരുന്നു. കംപ്ലീറ്റ് ഷൂട്ട് വരുന്നത് വെറും ബ്ലൂ മാറ്റിലാണ്. ഈ വെള്ളം കംപ്ലീറ്റ് വർക്ക് ചെയ്യായിരുന്നു. കാരണം ഇതിൽ അഭിനയിച്ച ഹീറോ ആൻഡ് ഹീറോയിൻ രണ്ടുപേർക്ക് നീന്തൽ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. മൈ ഗുഡ്നസ്. കംപ്ലീറ്റ് ഗ്രാഫിക്സ് ആണ് അതിനകത്ത്. കാരണം ഇതിൽ ചില ഷോട്ട്സ്, ചില ക്ലോസപ്പ് ഷോട്ട്സുകളൊക്കെ നമ്മളൊരു ടാങ്ക്, ഒരു ഗ്ലാസിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിൽ വെച്ചാണ് കുറച്ച് ക്ലോസ് ഷോട്ട് എടുത്തിരിക്കുന്നത്. അതായത് മാസീവായിട്ടുള്ള ഷോട്ട്സിൽ കംപ്ലീറ്റ് വെറും ബ്ലൂ മാറ്റിൽ എടുത്തിട്ട് ഗ്രാഫിക്സ് വർക്ക് ചെയ്യുമായിരുന്നു കംപ്ലീറ്റ്. ബ്ലൂ മാറ്റിൽ ചെയ്യുമ്പോൾ അവർ എങ്ങനെ നീന്തുന്ന ഇത് കംപ്ലീറ്റ് റോപ്പ് വർക്കുകളാണ്. റോപ്പ് വർക്ക്. അവാർഡുകളും ഈ വഴിയിൽ ഉണ്ടാവണമല്ലോ സ്വാഭാവികമായിട്ടും. 120 സിനിമകൾ തെലുങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? എനിക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു പടത്തിന് മറ്റേ വി ശാന്താറാം അവാർഡിന് നോമിനേറ്റ് പെട്ടു. പിന്നെ ജെമിനി അവാർഡ്, പിന്നെ ഫിലിം അവാർഡ്സ് ഒരുപാട്, സന്തോഷം അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ, ലോക്കൽ അവാർഡുകൾ ഒരുപാട്. തമിഴിൽ എക്സ്പെക്ട് ചെയ്തൊരു പടം പറഞ്ഞ തേവർ മകൻ ഞാനാണ് വർക്ക് ചെയ്തത്, ആ ഡയറക്ടറായിട്ട്. ഓ അത് ശരി. എന്തായിരിക്കും അടുത്ത ഒരു സ്റ്റേജ് എന്നാണ് വിചാരിക്കുന്നത്? സിനിമയിൽ ആ ഡയറക്ഷന് ഇനി ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പുതിയ അഡ്വാൻസ്മെൻറ്റ് എന്തായിരിക്കും? ഇപ്പോൾ സിനിമ മോർ റിയലിസ്റ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിയലിസ്റ്റിക് ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങൾ കൂടുതൽ അതിലേക്ക് അടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു സാധനം ചെയ്ത് വയ്ക്കുമ്പോൾ റിയലിസ്റ്റിക് ആണോ ഇല്ല എന്നുള്ളത് അത് ടച്ച് ചെയ്ത് നോക്കുന്ന ഒരവസ്ഥ എത്തുമ്പോഴാണ് ആ ഡയറക്ടർ സക്സസ് ആവുന്നത്. അപ്പോൾ റിയാലിറ്റി എന്നുള്ളതിന് അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ എന്ത് സെറ്റാണ് പണ്ടെന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറഞ്ഞാൽ കളറടിച്ച് വെച്ചത് നമുക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ കണ്ടാൽ അറിയാം നമുക്ക് ആ സെറ്റാണെന്നുള്ളത് തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കും. ഇപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഈ ഗ്രാഫിക്സും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് അത്ഭുതങ്ങൾ, അൾട്ടിമേറ്റിലെ അത്ഭുതങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ ഒരു ഘട്ടം താങ്കളുടെ ജീവിതത്തിലും കഴിഞ്ഞു, അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സിനിമ നല്ലാണ്ട് ചെയ്യുന്ന ഒരുപാട് റിയാലിറ്റി ഷോ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഞാൻ. അതൊരു മോഡേൺ ട്രെൻഡിലുള്ള സാധനങ്ങളുണ്ട്, ലൈറ്റിംഗ് സ്കീമും എല്ലാം. ഇപ്പോൾ ഈ ഡാൻസ് ഫ്ലോർ പോലെ വലിയ ഡാൻസ്, ആട്ട ഡീമേലുള്ള പ്രോഗ്രാംസൊക്കെ വളരെ വെരി ബിഗ് സെറ്റ്സാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത് അവാർഡ് നൈറ്റുകൾ തന്നെ ഒരുപാട് ചേർന്ന് ഞാൻ. അതേമാതിരി ഒരുപാട് ഭാരിച്ച മാരേജുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാരേജുകൾ തന്നെ ഒരുപാട് ചേർന്നുണ്ട്. ഒരു മാരേജിനൊക്കെ വേണ്ടിയിട്ട് എന്തായിരിക്കും സെറ്റ് ചെയ്യുക? അതൊരു മണ്ഡപം എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ 60 അടി സൈസുള്ള മണ്ഡപങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു മണ്ഡപം വർക്ക് നടക്കുന്നതിന് എല്ലാവരും ആ മണ്ഡപത്തിനകത്ത് തന്നെ, വരുന്ന ആൾക്കാർക്ക് ഇരിക്കാവുന്ന സ്ഥലങ്ങളും മണ്ഡപത്തിനകത്ത് തന്നെ, കല്യാണം നടക്കുന്ന മണ്ഡപത്തിന്. അത് ഈ മണ്ഡപം എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ മാസീവായിട്ടാണ്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ടല്ലോ? ഞാൻ വേണ്ടി ഇപ്പോൾ TTD അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട്, തിരുപ്പതി ദേവസ്ഥാനം വേണ്ടിയിട്ട്, ടെമ്പിളിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്റ്റൽ ഫോർമേഷൻസിന് വേണ്ടി. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പില്ലറുകളും സാധനങ്ങളും കംപ്ലീറ്റ് ഈ കല്ലിൽ കൊത്തുമായിരുന്നു. അപ്പോൾ ഈ കല്ലിൽ കൊത്തുന്നതിന് ഒരുപാട് ടൈം ടേക്കിംഗ് ജോബാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഓൾറെഡി കോളംസ്, എക്സിസ്റ്റിംഗ് കോളംസ് ഉണ്ടായിരിക്കും. ഈ എക്സിസ്റ്റിംഗ് കോളംസ് കല്ലുകൾ വെച്ച് ക്ലാഡ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാഡിങ് ആയത് ശില്പങ്ങൾ കൊത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റില്ല അത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫൈബറിൽ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് ക്ലാഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാൻ, കൂടുതൽ പ്രാക്ടിക്കലി വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എൻ്റെ മൂത്ത മകള് 10th പഠിക്കുന്നു. താഴെയുള്ള മകള് PP1 ആണ്. 4 വയസ്സായി. വൈഫ് ഹൗസ് വൈഫാണ്. മലയാളിയാണോ? അതെ, ദേശമംഗലത്താണ് വീട്. കുട്ടികൾ 2 പേരും ഇവിടെ ഹൈദരാബാദിലാണ് പഠിക്കുന്നത്. മലയാള സിനിമയിലേക്ക് എപ്പോഴെങ്കിലും വരാൻ വല്ല സാധ്യതയുണ്ടോ? മലയാള സിനിമ സ്റ്റാർട്ടിങ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ തമിഴ്, തെലുങ്കൊക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ബിഗ് ക്യാൻവാസ് ഒരു ആർട്ട് ഡയറക്ടർ എന്ന നിലയ്ക്ക്, ഞാൻ ഒരു ഡയറക്ഷൻ നിലയ്ക്കല്ല, ആർട്ട് ഡയറക്ടർ എന്ന നിലയ്ക്ക് അത്രയും വലിയൊരു ക്യാൻവാസ് കേരളത്തിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ഭാരിച്ചായിട്ടുള്ള വളരെ ബിഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉള്ള സിനിമകളും കേരളത്തിൽ വളരെ കുറവാണ്. അത്രയും വാസ്റ്റായിട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുന്നില്ല. അങ്ങനെ താല്പര്യമുണ്ട് ചെയ്യാനായിട്ട്.
ബട്ട് അത്രയും വാസ്റ്റായിട്ടുള്ളൊരു സാധനം തരികയാണെങ്കിൽ ഐ എം റെഡി ടു ഡു. അപ്പോൾ ഏതായാലും സിനിമയും സിനിമയ്ക്ക് പുറത്തും താങ്കളുടെ വ്യക്തിമുദ്രയും കൈമുദ്രയും പതിയട്ടെ. ദീർഘകാലം ഇവിടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പൊസിഷനിൽ താങ്കൾ തുടരട്ടെ. എല്ലാ ആശംസകളും.